ഹലോ ഫ്രണ്ട്സ്, തൊഴിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള വർക്കല ക്ലിഫിലാണ് കേട്ടോ. നമ്മൾ വന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ. കുഞ്ഞു എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേരെ. അപ്പോൾ ഞങ്ങളത് വീക്കെൻഡൊക്കെ ആയിട്ട് ചുമ്മാ ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ അത് വർക്കല ക്ലിഫിൻ്റെ തൊട്ടടുത്ത് തന്നെ ബ്ലാക്ക് ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അറൗണ്ട് ഒരു 4000 രൂപ ബഡ്ജറ്റിലുള്ള റൂമാണ്. അതായത് ഇവിടെ പ്രൈവറ്റ് ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ക്ലിഫും തൊട്ടടുത്താട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലിഫ് കാര്യങ്ങളെല്ലാം കാണാം. കടല് കണ്ടോ? ഇഷ്ടപ്പെട്ടോ? നിനക്ക് ഇഷ്ടപ്പെട്ടു? നീ വർക്കല ആദ്യമായിട്ട് തന്നെയല്ലേ? ഇവര് വർക്കല ആദ്യമായിട്ട് വരുന്ന കേട്ടോ. ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. അടിപൊളി പ്ലേസ് ആണ്. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് അടിച്ചു വിളിച്ച് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ബീച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതെല്ലാം ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. ഇറങ്ങി ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. ഈ കാണുന്ന കേട്ടോ ക്ലിഫ്, ഇത് രാത്രി ആകുമ്പോഴത്തേക്കാണ് ഇവിടെ നൈറ്റ് ലൈഫാണ്. കടകളും കാര്യങ്ങളെല്ലാം ഓപ്പൺ ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുള്ളൂ കേട്ടോ സമയം. അപ്പം രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലെ ക്ലിഫിൻ്റെ അങ്ങേറ്റം പോകുന്നുണ്ട്. അന്നേരം അടിപൊളിയായിരിക്കും കേട്ടോ. അവരിത് ഇവിടെ ഊഞ്ഞാലിൽ കയറിയത് കുഞ്ഞു ഊഞ്ഞാലി കിടപ്പുണ്ട്. നമ്മുടെ റൂം പൊക്കത്ത് കാണുന്ന അവിടെ കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കടലും കാണാം. അതുപോലെ തന്നെ താഴെയായിട്ടാണ് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം. ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ താഴെ വരെ ഇറങ്ങി വന്നതാണ്. നമ്മുടെ റൂമിൽ ഇരുന്നാലുള്ള വ്യൂ ഇതാട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ പതുക്കെ വന്നു തുടങ്ങുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കാവും, നല്ല ക്രൗഡഡ് ആവും ഈ ഏരിയ എല്ലാം. പ്രോപ്പർട്ടി വലിയ തിരക്കേടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് പ്രൈവറ്റ് ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് നമ്മൾ കോഫി കുടിക്കാൻ ഇറങ്ങി വന്ന കേട്ടോ. മോമോസിനും കോഫിക്കും കൂടെ 300 രൂപ കേട്ടോ. റേറ്റ് ഭയങ്കര കത്തിയാണ് ഇവിടെ. ഇത് അവർ ബീച്ചിലേക്ക് മുന്നിൽ നടന്നു പോകുന്നുണ്ട്. നമ്മളിത് അപ്പുറത്ത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെയൊക്കെ ഇറങ്ങാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ പല പല ചെറിയ ചെറിയ വഴികളുണ്ട്. ഈ താഴേക്കായിട്ട് മൊത്തം പാറക്കല്ലുകളാണ്. അപ്പോൾ നമുക്ക് പല സ്ഥലത്തായിട്ട് എവിടെ വേണമെങ്കിലും നമുക്കിവിടെ ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരെ കുറച്ചും കൂടെ അപ്പുറത്ത് പോയിട്ട് ഇച്ചിരി തിരക്ക് കുറവുള്ളിടത്ത് ഇറങ്ങാൻ വേണ്ടി ഇത് ഞങ്ങൾ മുന്നോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ കുറേ പേര് ഇത് ബീച്ച് കാണാനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടുന്ന് സെക്യൂരിറ്റീസൊക്കെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. എന്നാ വെച്ചാൽ നല്ല തിരയുള്ള സമയമാണ്. രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇറങ്ങാൻ സാധിക്കും. തിരകളൊക്കെ കുറവായിരിക്കും. ഇപ്പോൾ ഈവനിങ് സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളിതിൽ ഒരു സൈഡിൽ കൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങി. ഇവിടെ ഒത്തിരി പേര് കുളിക്കാനും കടലിൽ ഇറങ്ങാനൊക്കെ ആയിട്ട് ഇതിലേക്ക് നടക്കും. സന്ധ്യ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരയായിപ്പം അവിടുന്ന് സെക്യൂരിറ്റീസൊക്കെ നമ്മളെ തിരിച്ച് കയറ്റി വിട്ടു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ കടകളെല്ലാം ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരെല്ലാം ഇഷ്ടം പോലെ ഇറങ്ങി തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങേറ്റം വരെ പോയി ക്ലിഫ് കാര്യങ്ങളെല്ലാം ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിവിടെ ഇഷ്ടംപോലെ മീനുകളൊക്കെ നമുക്ക് ഞണ്ടും അതുപോലെ തന്നെ എന്ത് വേണേലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ കുക്ക് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റാളുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങേയറ്റത്തേക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്, കഫേസ്, അതുപോലെ തന്നെ പബ്ബ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ബാച്ചിലേഴ്സിനും ഫാമിലീസിനൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെങ്കൽ പാറ കേട്ടോ. ഇത് അത്രയും ഒരു പൊക്കത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ താഴേക്ക് നമുക്ക് ഒരു സൈഡ് കടലും ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ ഇത്രയും പൊക്കത്ത് നടന്ന് അങ്ങോട്ട് പോകാനുള്ളൊരു വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നല്ല രസം കേട്ടോ. ഒരു പ്രത്യേക വൈബാണ്. ഈ കടലായതുകൊണ്ട് തന്നെ നല്ല കാറ്റ് കാര്യങ്ങളെല്ലാം ഈ ഉള്ളിലേക്കുണ്ട്. നമുക്ക് ആ ഒരു കാറ്റൊക്കെ ആസ്വദിച്ച് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോകാൻ തന്നെ നല്ലൊരു അടിപൊളി വൈബാട്ടോ. നമ്മളിപ്പം ക്ലിഫിൻ്റെ ഇതിലിങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. ഞങ്ങളിത് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷോപ്പിലൊക്കെ നല്ല റേറ്റ് ആവും കേട്ടോ. അപ്പോൾ വില പേശി മേടിക്കാനാണെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ച് മേടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന വില എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് കാര്യങ്ങളൊക്കെയാണ്. ആ വിലയ്ക്ക് നമുക്ക് മേടിച്ചാൽ മുതലാവില്ല. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോണിൻ്റെ ഷോപ്പ് കണ്ടു കേട്ടോ. പലതരത്തിലുള്ള പല ഷേപ്പിലുള്ള സ്റ്റോണ് കാര്യങ്ങളെല്ലാം ഈ കടയിലുണ്ട്. അതുപോലെ തന്നെ മാലയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് മൊത്തം ബാഗ്, ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റൂമ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് കൊടുക്കുക കേട്ടോ. AC നോൺ AC റൂമുകളൊക്കെ ഈ
ക്ലിഫിൻ്റെയും വഴിക്ക് തന്നെ ഇഷ്ടംപോലെ കാണാനുണ്ട്. ഒരു പ്രത്യേക വൈബായിട്ട് ഇതിനകത്തോടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇഷ്ടംപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടത് കടകളൊക്കെ നല്ല ലുക്കാട്ടോ ഇവിടെ കാണാൻ. ഇവിടെയായിട്ട് ഇതേ ഹിന്ദിക്കാർ ഇതേ കുറേ വെട്ടവും ലൈറ്റൊക്കെ ഉള്ള കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവരതുകൊണ്ട് തന്നെ ഒരു ഇരുട്ടത്ത് മാറി വന്നിരിക്കുവാണ് ഇതിലെ വരുന്ന ആൾക്കാരെ ആകർഷിക്കാനായിട്ട്. ഈ ലെഫ്റ്റ് സൈഡായിട്ട് ഇത് ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു. ഒരു സംഭവം കാണാം. മൊത്തം കടകളാണ് കേട്ടോ. ഫുൾ ഷോപ്പിങ്ങിനുള്ള സംവിധാനങ്ങളാണ് ഈ വഴിക്ക് മൊത്തം. ഈ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഇത് അടിപൊളി മീന് കാര്യങ്ങളെല്ലാം അവർ നിരത്തി വെച്ചിട്ടുള്ളൂ. അന്യായ വിലയായിരിക്കും ഇതൊക്കെ നമ്മൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ. ഈ സായിപ്പന്മാരും വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ധാരാളം മേടിക്കുന്നുണ്ട്.
ഈ തൊട്ട് മുകളിൽ കാണുന്ന ഫ്രാങ്കീസ് കഫേ കയറിയാട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. സത്യം പറഞ്ഞാൽ വലിയ മെച്ചമില്ലാത്ത ഫുഡും കത്തി റേറ്റും ആയിരുന്നു. ഞങ്ങൾ 2 പേര് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും നമുക്കൊരു 1200 രൂപ അടുത്ത് നമുക്ക് ബില്ല് വന്നു കേട്ടോ. വലിയ ഫുഡും വലിയ മെച്ചമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലൈറ്റും കാര്യങ്ങളും ഈ ബഹളങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഫുഡ് കാര്യങ്ങളൊക്കെ നല്ലത് കിട്ടണമെങ്കിൽ നോക്കി അതനുസരിച്ച് നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും കഫേയിൽ കയറേണ്ടി വരും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫുഡ് കിട്ടണമെങ്കിൽ ഇവിടെ പാടാണ്. അപ്പോൾ അതേ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി. ഇതാട്ടോ നമ്മുടെ ക്ലിഫിൻ്റെ എൻഡ്. ഇപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ആൾക്കാർ ഇത് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്രൗഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ. നമുക്കിവിടെ ഒരു 2 മണി 3 മണി വരെയൊക്കെ ഈ ക്ലിഫ് ഓണാട്ടോ. വർക്കല ക്ലിഫിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.